ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പസലക്കീരൈ സാദം അഥവാ സിലോൺ ചീര, പ്രഷർ ചീര, പസലച്ചീര എന്ന് പറയുന്ന ചീര വെച്ചിട്ടുള്ള ഒരു സാദമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ചീര ഈ കാണുന്ന പോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ പാലക് ചീരയുടെ എല്ലാ ഗുണങ്ങളുമുള്ള ഈ ചീര നന്നായിട്ട് കഴുകി അതിൻ്റെ ഇലയെല്ലാം മാറ്റി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കുക്കറിലേക്ക് ഇടുക. കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ ഈ പാലക് ചീരയ്ക്ക് ഒരു വഴുവഴുപ്പില്ലേ, ഈ ചീരയ്ക്ക് ഒരു വഴുവഴുപ്പുണ്ട്. വെജിറ്റബിൾസ് ഇടുമ്പോൾ ആ വഴുവഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം, ചൂടുവെള്ളം ഇത്രയും ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. ചീര ഇപ്പോൾ ഇടുന്നില്ല, ചീര പെട്ടെന്ന് വേവും ചെയ്യും. ഒരുപാട് നേരം വേവിച്ച് അതിൻ്റെ കളറും പോകും. അപ്പോൾ ചീര അവസാനം ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ചീരയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നോട്ടെ. നമ്മളുടെ ചോറ് വെന്തു, റൈസും വെജിറ്റബിൾസും എല്ലാം വെന്തു. ഇനി ആ ചൂടിൽ തന്നെ നമുക്ക് നമ്മളുടെ ചീരയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം, ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട്. ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഇട്ടിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളെല്ലാം കരിക്കാതെ വറുത്തെടുക്കുക കേട്ടോ. സാമ്പാർ പൗഡർ ചേർത്തിട്ടുണ്ട്, റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട്, കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കരിക്കാതെ എന്നിട്ട് നമ്മളുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക, നമ്മുടെ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല മണമുള്ള കീരൈ സാദം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ചീര, എല്ലാ ചീരയും വളരെ നല്ലതാണ്. ഈ ചീര അത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു വാഴയില ഒന്ന് വാട്ടുക, അതിലേക്ക് ചൂടുള്ള സാദം ഇട്ട് കൊടുക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അപ്പളവും കൊണ്ടാട്ടമൊക്കെ കൂട്ടി ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി, കെങ്കേമായി നമുക്ക് ഊണ് കഴിക്കാം. നമ്മളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ ചീര, എല്ലാ ചീരയും നല്ലതാണല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.